പയ്യന്നൂരിൽ 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടിക്ക് അനസ്തേഷ്യ നൽകേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 3 ഡോക്ടർമാരെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. 2 ദിവസത്തിനകം ഹാജരാകാൻ BMH ആശുപത്രി മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഈ 3 ഡോക്ടർമാരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്ന് പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, കൃത്യമായ ഒരു വീഴ്ച ഇക്കാര്യത്തിൽ ഈ കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, അതിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കുടുംബം നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ് കുഞ്ഞിൻ്റെ മുറിവ് ഉണങ്ങുകയായിരുന്നു, അനസ്തേഷ്യ നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന്. ഏതാണ്ട് അതെല്ലാം ശരിവെക്കുന്ന തരത്തിലാണല്ലോ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഈ ഡോക്ടർമാരുടെ ഫോണുകൾ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണോ? സബ്ന സൂചിപ്പിച്ച പോലെ തന്നെ പയ്യന്നൂരിലെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ ചികിത്സാ പിഴവ് ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ തെളിവുകൾ പുറത്തു വരുന്നത്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അനസ്തേഷ്യ നൽകേണ്ട ഒരു മെഡിക്കൽ സാഹചര്യം കുട്ടിക്കുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ അനസ്തേഷ്യ നൽകിയത് എന്തിനാണ് എന്നുള്ള കാര്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. അതായത് ഒരു സെന്റിമീറ്ററിൽ താഴെ ഒരു 2 സ്റ്റിച്ച് ഇടാനുള്ള ഒരു മുറിവിന് ഇത്തരത്തിൽ അനസ്തേഷ്യ ഉൾപ്പെടെ നൽകേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ബന്ധുക്കളും ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഡോക്ടർമാരുടെ ഭാഗത്തും ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടപടികൾ ആരംഭിച്ചത്. ഇന്നലെ കുട്ടി മരണമടഞ്ഞതോടെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം BMH ഹോസ്പിറ്റലിന് മുമ്പിലുണ്ടായി. പിന്നീട് കൂടുതൽ ഡോക്ടർമാരെയും മാനേജ്മെന്റിനെ ഉൾപ്പെടുത്തി പ്രതിപട്ടിക വിപുലീകരിക്കുമെന്ന കാര്യം ഇത്തരത്തിൽ പോലീസ് ഉറപ്പു നൽകുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മെഡിക്കൽ എമർജൻസി അനസ്തേഷ്യ നൽകേണ്ട ഒരു ആവശ്യം ഈ കുട്ടിക്കുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇത്തരത്തിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോടും അതുപോലെ തന്നെ ഡോക്ടർമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല ഇത്തരത്തിൽ ഇവരുടെ ഫോൺ ഇതിന് പിന്നാലെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്ന ഒരു നിലയിലാണ് ഇപ്പോഴുള്ളത്. ഇത്തരത്തിൽ ഡോക്ടർമാരെ സംരക്ഷിക്കില്ല എന്ന് ആശുപത്രി മാനേജ്മെന്റ് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ ഇവരെ സംരക്ഷിക്കുന്നതായിട്ടാണ് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ അവിടെ നമ്മൾ പോയപ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു മറുപടി മാധ്യമങ്ങൾക്ക് പോലും നൽകാൻ അവർ തയ്യാറാകുന്നില്ലായിരുന്നു. എന്തായാലും വലിയ ഗുരുതരമായ ഒരു വീഴ്ച ആശുപത്രി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചു. പണത്തിന് വേണ്ടിയാണ്, കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക്, അനസ്തേഷ്യ നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നാണ് ഇവർ പ്രധാനമായും ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. ഇപ്പോൾ നിയമ നടപടികളും വലിയ രീതിയിലുള്ള കുരുക്കായി ആശുപത്രി മാനേജ്മെന്റിന് മുമ്പിൽ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തായാലും കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിലുള്ള പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.